കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ്. ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത്. ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രിബ്യൂഷൻ. മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. എനിക്ക് ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങളെല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ തെറ്റായി പോയെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയരുത്. ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളോ ആയിട്ടോ അതിനെ കാണരുത്. അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത്. ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യും. ആദ്യമായി സിനിമ കാണുന്നത് കവിതാ തിയേറ്ററിൽ വെച്ചാണെന്ന് പറയുന്നു. അങ്ങനെയാണോ? അല്ല, ഞാൻ പറയുന്നത് ഇതെന്തറിയോ, ഇതൊരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ, വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു, ഒരു പാർട്ടിയുടെ അല്ല, ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇല്ല, അത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നതാണ്. സമ്മർദ്ദത്തിന്റെ പുറത്തല്ല. ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ, ഞാൻ വീണ്ടും വ്യക്തികളെ കുറിച്ച് അല്ല, അതൊരു സിനിമ അല്ല, അതിപ്പോ അങ്ങനെയല്ല. അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഇതിനെ നന്നായിട്ട് എടുത്താൽ മതി. ഇതിനെ വളരെ നന്നായിട്ട് സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ. ജനം സ്വീകരിച്ചിട്ടുണ്ട്. ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും. മൂന്നാം ഭാഗം ഉണ്ടാവും. അല്ല, അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ടെടുത്ത തീരുമാനമാണ് ഈ സിനിമ. ആ സിനിമയിൽ ഉണ്ട്, മുരളി ഗോപിയും ഉണ്ട്. അല്ല, ഏതാ ഇല്ല. ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിലൊരു അതൃപ്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, അങ്ങനത്തെ കാര്യം ഞാൻ സംസാരിച്ചു. അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല. നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായാൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. മുരളി ഗോപിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. 24 മണിക്കൂറിനപ്പുറം കഴിഞ്ഞു. മോഹൻലാലിനെ അല്ല, അത് ഇനിയും നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കുക. താങ്ക് യു. ഇല്ല, അങ്ങനെയില്ല. എല്ലാം ഓക്കെ. സന്തോഷമായിട്ടിരിക്കുക. വളരെ സന്തോഷം. ജനങ്ങളോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്,
നമ്മളുടെ മലയാള സിനിമയെ മറ്റ് തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനിയും ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ, സഹകരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരോടും സഹകരിക്കും. ഈ ഭീഷണികൾ നിലനിൽക്കണോ? അങ്ങനെ 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 പറയല്ലേ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത്. ചരിത്രം എവിടെയെങ്കിലും വളച്ചൊടിച്ചെന്ന് തോന്നിയോ? ചരിത്രം എവിടെയെങ്കിലും വളച്ചൊടിച്ചെന്ന് തോന്നിയോ? അതാണ് പറയുന്നത്. പ്രധാന ആക്ഷേപം അതാണ്. ചരിത്രം വളച്ചൊടിച്ചു എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. അങ്ങനെയുള്ളതുണ്ടോ? അതൊന്ന് പറഞ്ഞിട്ട് പോ. ചരിത്രം എല്ലായിടത്തും വളച്ചൊടിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. സിനിമ തുടക്കം മുതൽ കഥ പറഞ്ഞെടുത്ത് മുതൽ ലാലേട്ടന് മോഹൻലാലിനെ അറിയാമായിരുന്നു എന്നാണോ? കഥ പറഞ്ഞത് മുതൽ അതിന്റെ അവസാനത്ത് അനുചേട്ടാ.